ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ടൈം ടേബിൾ കിട്ടിയില്ലേ? എല്ലാവർക്കും പഠിക്കാൻ തുടങ്ങിയോ? എത്ര പേര് പഠിക്കാൻ തുടങ്ങി? അതെനിക്കറിയാം. പിന്നെ നിങ്ങളൊരു ക്ലാസ് ഇടുമ്പോ ഒരു ഹോംവർക്ക് തരുമ്പോ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണോ നോക്കിയിട്ട് വേണ്ടേ ഹോംവർക്ക് ചെയ്യാൻ. ക്ലാസ് കണ്ടിട്ട് വേണ്ടേ ഹോംവർക്ക് ചെയ്യാൻ. എത്ര പേരെ ക്ലാസ് കാണാതെ ഹോംവർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഡിവൈഡ് ആൻഡ് ചെക്ക് ദ ആൻസർ എന്നാണ്. അപ്പൊ ഡിവൈഡ് മാത്രം ചെയ്ത് കോഷ്യന്റ് റിമൈൻഡറും ഇട്ട നമുക്ക് ഹാഫ് മാർക്ക് കിട്ടുള്ളൂ. ഡിവൈഡ് ആൻഡ് ചെക്ക് എന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്താലാണ് ഹാഫ് മാർക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും അത് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്തത്. കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ കാണാനാണെങ്കിൽ അത് മാത്രം കാണുക. ചെക്ക് ചെയ്യാനാണെങ്കിൽ എന്താണ്, നമ്മളുടെ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്നുള്ള ഇക്വേഷൻ എഴുതി അതുപയോഗിച്ച് ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ ചാപ്റ്റർ ഏകദേശം തീരാറായി. ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദിസ് ഈസ് എ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് ഒരു നമ്പറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഡിവിഷൻ ഓഫ് 3 and 4 digit numbers by 10 and 100. Look here. Okay. Here division of 3 and 4 digits by 10 and 100. First one, 302 divided by 10. How will you do this? നമ്മൾ 10 ഇവിടെ എഴുതി, ഡിവൈസർ 10, 302 അല്ലേ? ഇത് ഡിവിഡൻഡ്. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ആർ ടേക്കിംഗ് ദീസ് 2 ഡിജിറ്റ് 302 അല്ലേ? സോറി 30. വി ആർ ടേക്കിംഗ് 30. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 30 എടുത്ത്. 30യില് 10 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും? 10 into 3 അല്ലേ? 10 3s are 30. ഇതെന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യാം. 0 minus 0 0, 3 minus 3 0. Then we are writing this 2 back here. Copy down 2 here. Then how many times into 2? illa. So we put 0 here. 10 into 0 0 minus 2. Look here. So the answer is quotient is 30, remainder is 2. Remainder 2, quotient 30. Where are example? Okay, second example. 1915 divided by 10. Look here, 10 is the divisor, 1950. 1 പറ്റത്തില്ല അല്ലേ? So we are taking 19. How many times 10 in 19? 1 time അല്ലേ? 1 10 is 10. Then subtract 9 minus 0 9. 1 minus 1 0. ഈ 1 താഴേക്ക് ഇറക്കിയത്. How many times in 91? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10ന്റെ ടേബിൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. How many times in 91? 9 times അല്ലേ? 10 9s are 90. ഇത് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 1 minus 0 1, 9 minus 9 0. ഇനി എന്ത് ചെയ്യണം? 1 more digit here, 5. How many times in 15? 1 time അല്ലേ? 110 is 10. Again subtract. 5 minus 0 5. 1 minus 1 0. So the remainder is 5. ഇനിയുണ്ട്, വേറെ ഡിജിറ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയത്. ഇവിടെ നോക്കിയ കോഷ്യന്റ് എത്രയാണ്? കോഷ്യന്റ് ഈക്വൽ ടു 191. റിമൈൻഡർ എത്രയാണ്? 5. ഇതിൽ എന്തെങ്കിലും ഒരു റിലേഷൻ കാണുന്നുണ്ടോ? വേറെ ഒരു നമ്പർ കൊടുക്കുക. തേർഡ് വൺ, 1027 divided by 100.
ഡിവൈസർ 100 ആണ്. 1027. 100 ആയതുകൊണ്ട് നമ്മൾ എത്ര ഡിജിറ്റ്, 100ന് എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്. 100 ആയതുകൊണ്ട് നമ്മൾ 3 ഡിജിറ്റ് എടുത്ത് 102 എടുത്ത്. 102-നകത്ത് 100 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം അല്ലേ? 100 ഈസ് 100. Then 2 ബാലൻസ് ഇറക്കിയത്, 7 താഴേക്ക് ഇറക്കിയത്. 27-നകത്ത് 100 ഡിവിസിബിൾ ആണോ? അല്ല. So we put 0 here. 0. 27. ഇതെന്താണ്? റിമൈൻഡർ ആണ് അല്ലേ? അപ്പൊ കോഷ്യന്റ് ഈക്വൽ ടു 10, റിമൈൻഡർ ഈക്വൽ ടു 27. നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? ഇത് 10 ആണ്. 10-ന് എത്ര 0 ഉണ്ട്? 10. നമ്മളൊരു 10-ന് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് റിമൈൻഡർ കിട്ടുന്നത്? ഒരു 1 സീറോയെ ഉള്ളത് കൊണ്ട് ലാസ്റ്റ് 1 ഡിജിറ്റ് റിമൈൻഡർ കിട്ടും. ബാക്കിയെല്ലാം എന്തായിരിക്കും? കോഷ്യന്റ് ആയിരിക്കും. 302 ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. 302 ആണെങ്കിൽ 2 റിമൈൻഡറും 30 കോഷ്യന്റും ആയിരിക്കും. ഇനി ഇത് 10 ആണ്, 10 ആണ്. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? 5 റിമൈൻഡറും ഇത് 191 എന്നുള്ളത് ഇതിന്റെ കോഷ്യന്റ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? 100 ആണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100-ന് എത്ര 0 ഉണ്ട്? യെസ്, 2 0. സോ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് അതിന്റെ റിമൈൻഡറും ബാക്കിയുള്ളത് എന്തായിരിക്കും? കോഷ്യന്റും ആയിരിക്കും. നമ്മൾ ഇന്ന് ഇതാണ് പഠിക്കാൻ പോകുന്നത്. Write down this division of 3 and 4 digit by 10 and 100. എഴുതിയെടുക്കുക കേട്ടോ. All of it take page number 165 Mendel Max. First one, 302 divided by 10. Quotient എത്രയായിരിക്കും? Quotient will be 30. Remainder എത്രയാണ്? വേഗം പറ. റിമൈൻഡർ 2 നമ്മളിപ്പോ പഠിച്ചതല്ലേ. 10 ആണെങ്കിൽ ലാസ്റ്റ് 1 ഡിജിറ്റ്, 20 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഈസ് എ റിമൈൻഡർ. Others are the quotient. Second one, 600 divided by 10. Quotient എത്രയാണ്? നെക്സ്റ്റ് 600 divided by 10. Quotient എത്രയാണ്?
റിമൈൻഡർ എത്രയാണ്? ലാസ്റ്റ് വൺ അല്ലെ? 0. സോ ക്വോഷ്യൻ വിൽ ബി 60. തേർഡ് വൺ 1915 ഡിവൈഡഡ് ബൈ 10. ക്വോഷ്യൻ വിൽ ബി, ഇത് റിമൈൻഡർ, ഇത്രയും ക്വോഷ്യന്റ് 191 റിമൈൻ 5. വേഗം വേഗം പറയരുതോ? ഫോർത്ത് വൺ 4528 divided by 10. Quotient will be, quotient എത്രയാണ്? റിമൈൻഡർ എത്രയാണ്? 8 അല്ലേ? Quotient will be 452. 452. Fifth question 2299 divided by 10. What will be the remainder? Remainder എത്രയാണ്? 10 ആയതുകൊണ്ട് 1 digit 1 0 ഉള്ളൂ. So last digit will be the remainder 9. Quotient will be 3. ബാക്കി 229. Sixth one 3247 divided by 10. What will be the quotient? റിമൈൻഡർ എത്രയായിരിക്കും? ഇതായിരിക്കും അല്ലെ? 7 ആണ് റിമൈൻഡർ, ബാക്കി ക്വോഷ്യന്റ് 324. റിമൈൻഡർ ഈക്വൽ ടു 7. ഇത്ര മാത്രം ഓർത്തിരിക്കുക. 1 0 ഉള്ളപ്പോൾ 1 പ്ലേസ്, ലാസ്റ്റ് 1 പ്ലേസ്, വൺസിന്റെ പ്ലേസ് റിമൈൻഡർ ആകും, ബാക്കിയെല്ലാം എന്താകും? ക്വോഷ്യന്റ് ആകും. Seventh one 5736 divided by 10. Remainder will be 6. Quotient is 573. Write down. Eighth one 1027 divided by 100. Quotient എത്രയാണ്? റിമൈൻഡർ എത്ര വരുന്നത്? ഇവിടെ 100-ന് 2 0 ഉള്ളത് കൊണ്ട് റിമൈൻഡർ എത്ര വരും? യെസ് 27 അല്ലേ? ക്വോഷ്യന്റ് അപ്പൊ എത്രയായിരിക്കും? 10. മനസ്സിലായോ ഇപ്പം? Then ninth one 5119 divided by 100. എത്രയായിരിക്കും റിമൈൻഡർ? 100-ന് 2 0 ഉള്ളതുകൊണ്ട് റിമൈൻഡർ 19. ക്വോഷ്യന്റ് വിൽ ബി 51 അല്ലേ? Then 10th question ഇതുപോലെ ബാക്കി ഫുള്ള് ചെയ്തേ വേഗം. 6208 divided by 100. ഇത് ടെക്സ്റ്റില് ചെയ്താൽ മതി കേട്ടോ. ക്വോഷ്യന്റ് എഴുതുക, റിമൈൻഡർ എഴുതുക. Level 9009 divided by 100. Quotient, remainder. Remainder will be 9. Quotient 90. അല്ലേ? The calculation ഒന്നും ഇല്ല, so you have to write down only in the textbook. No need of writing in the notebook. Okay. 12th one 9000 divided by 100. Quotient and remainder you all know. There is 2 here. There is 2 zeros. So last 2 digit will be the remainder and first 2 digit will be the quotient.
Then 13th one, 8947 divided by 100. What will be the answer? Yes, remainder will be 47 and the quotient is 89. 4281 divided by 100. Remainder കണ്ടുപിടിച്ച്. യെസ് 81 അല്ലേ? quotient 42. Okay. So we finished our chapter. Write down this in your textbook. Okay. നമ്മൾ ഏകദേശം ഫിനിഷ് ആയി. ഇനി വൺ മോർ ടോപ്പിക് കൂടെ ഉണ്ട്, ഡിവിഷൻ ഓഫ് എ 4-digit number. That I will take tomorrow. Okay. Copy this in your textbook.